ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് CUET അഥവാ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിന് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളതാണ്. ആപ്ലിക്കേഷൻ ചെയ്യാൻ ഡോക്യുമെൻ്റായി വേണ്ടി വരുന്നത് ആപ്ലിക്കൻറ്റിൻ്റെ ആധാർ കാർഡ്, ക്വാളിഫിക്കേഷണൽ സർട്ടിഫിക്കറ്റ്, ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, BPL കാറ്റഗറി ആണെങ്കിൽ BPL സാക്ഷ്യപത്രം തുടങ്ങിയ കാര്യങ്ങളാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഗൂഗിളിൻ്റെ ഒരു പുതിയ ടാബ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ CUET 2024 രജിസ്ട്രേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ്. ഓപ്പൺ ആയിട്ട് വരുന്ന ഫസ്റ്റ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വരുന്ന പേജിൽ അപേക്ഷയുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെക്ക് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. നിലവിൽ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 31 മാർച്ച് 2024 ആണ്. ആപ്ലിക്കേഷനിൽ തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ കറക്ഷൻ വിൻഡോ 2/4/2024 അതായത് ഏപ്രിൽ 2-ാം തീയതി മുതൽ ഏപ്രിൽ 3-ാം തീയതി വരെ അവൈലബിൾ ആയിരിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് ഫീ പേയ്മെൻറ്റ് വരുന്നുണ്ട്. ജനറൽ കാറ്റഗറികൾക്ക് 1000 രൂപയും OBC അതുപോലെ തന്നെ EWS കാറ്റഗറികൾക്ക് 900 രൂപയും SC/ST അതുപോലെ വൈകല്യമുള്ളവർക്ക് 800 രൂപയും ആണ് സൈറ്റിലെ പേയ്മെൻറ്റ് വന്നിരിക്കുന്നത്. സൈറ്റിലെ ഹോം പേജിൽ തന്നെ ക്ലിക്ക് ഹിയർ ഫോർ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഹോം പേജിൻ്റെ താഴെയായിട്ട് ന്യൂ രജിസ്ട്രേഷൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ഹിയർ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഔട്ട്സൈഡ് ഇന്ത്യ വരുന്ന കാറ്റഗറികൾക്ക് 4500 രൂപയാണ് ഫീ പേയ്മെൻറ്റ് വരുന്നത്. അതുപോലെ തന്നെ അഡീഷണൽ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ കാറ്റഗറികൾക്കും അതിന് അഡീഷണൽ ആയിട്ട് പേയ്മെൻറ്റും ആവശ്യമാണ്. സൈറ്റിൽ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ വീണ്ടും ഇൻസ്ട്രക്ഷൻസ് ഒന്നും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇൻസ്ട്രക്ഷനും കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പേജിൻ്റെ താഴെ ഭാഗത്തായിട്ടുള്ള ഡിക്ലറേഷൻ ബോക്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ വഴി പ്രൊസീഡ് ചെയ്താണ് ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് കടക്കേണ്ടത്. നെക്സ്റ്റ് വരുന്ന പേജിൽ ഐ ഹാവ് ആൻ ആധാർ നമ്പർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ആധാർ കാർഡിൻ്റെ നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് വരുന്ന OTP അടിച്ചാണ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകേണ്ടത്. ഇതിനായിട്ട് ആധാർ നമ്പർ കൊടുത്തതിന് ശേഷം ജനറേറ്റ് OTP എന്ന് കൊടുക്കുക. ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് OTP സെൻഡ് ആയിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് സ്ക്രീനിൽ കാണിക്കുന്നതാണ്. ഫോണിൽ വന്നിരിക്കുന്ന OTP മെസ്സേജ് കൃത്യമായി നൽകിയതിന് ശേഷം വാലിഡേറ്റ് OTP എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂവേഷൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ആപ്ലിക്കൻറ്റിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ടാവും. പേര് SLC സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ തന്നെയാണോ ഉള്ളതെന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതാണ്. ഫാദറുടെ പേര്, മദറിൻ്റെ പേരൊക്കെ കൊടുക്കാനുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും പേര് SLC സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ കൃത്യമായിട്ട് നൽകേണ്ടതാണ്. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഡിഫോൾട്ടായിട്ട് സൈറ്റിൽ വന്നിട്ടുണ്ടായിരിക്കും, അത് മാറ്റി നൽകേണ്ട ആവശ്യമില്ല. ഡേറ്റ് ഓഫ് ബർത്തും SLC സർട്ടിഫിക്കറ്റിലുള്ളതുപോലെ തന്നെ ആയിരിക്കണം. ജെൻഡറും ഡിഫോൾട്ടായിട്ട് സൈറ്റിൽ വന്നിട്ടുണ്ട്. പേജിൻ്റെ താഴേക്കായിട്ടൊന്ന് സ്ക്രോൾ ചെയ്തതിന് ശേഷം നാഷണാലിറ്റി എന്നുള്ള ഓപ്ഷനിൽ ഇന്ത്യൻ എന്ന് സെലക്ട് ചെയ്ത് നൽകുക. ഐഡൻറ്റിറ്റി ടൈപ്പ് എന്നുള്ള ഓപ്ഷനിൽ എനി അതർ വാലിഡ് ഗവൺമെൻറ് ഐഡൻറ്റിറ്റി വിത്ത് ഫോട്ടോഗ്രാഫ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ ആപ്ലിക്കൻറ്റിൻ്റെ ആധാർ നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. അടുത്തതായി വരുന്ന ഭാഗത്ത് പ്രസൻറ്റ് അഡ്രസ് ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. വീട്ടുപേര്, സ്ഥലപ്പേര്, അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ്, ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ് തുടങ്ങിയ എല്ലാ വിവരങ്ങളും കൃത്യമായി നൽകേണ്ടതാണ്. പേജിൻ്റെ താഴെയായിട്ട് വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും കൊടുക്കാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ഇമെയിൽ ID കൃത്യമായി നൽകുക. ഈ ഒരു ഇമെയിൽ ID തന്നെ കൺഫേം അഡ്രസ്സ് എന്നുള്ള ഓപ്ഷനിൽ, അതായത് കൺഫേം ഇമെയിൽ അഡ്രസ്സ് എന്നുള്ള ഓപ്ഷനിൽ വീണ്ടും ഒന്നും കൂടി ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ കൺട്രി കോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം +91 എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ നൽകുക. ഈ സെയിം മൊബൈൽ നമ്പർ തന്നെ വീണ്ടും കൺഫേം എന്നുള്ള ഓപ്ഷനിൽ ഒന്നും കൂടി ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. ഓൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ മാൻഡേറ്ററി അല്ല. പെർമനൻറ്റ് അഡ്രസ്സ് എന്നുള്ള ഓപ്ഷനിൽ പ്രസൻറ്റ് അഡ്രസ്സ് തന്നെയാണെങ്കിൽ സെയിം ആസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ചൂസ് പാസ്വേഡ് എന്നുള്ള ഓപ്ഷനിൽ അപ്പർ കേസ്, ലോവർ കേസ്, സിമ്പിൾ, നമ്പർ വരുന്ന രീതിയിൽ പാസ്വേഡ് നൽകാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ K ക്യാപിറ്റൽ കൊടുത്ത് Kerala@123 എന്ന് ടൈപ്പ് ചെയ്യാവുന്നതാണ്. സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഒന്ന് സെലക്ട് ചെയ്ത് നൽകുക. അതിനുള്ള ആൻസറും കൊടുത്ത് ക്യാപ്ചയും അടിച്ച് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പേജിൽ അപേക്ഷയുടെ പ്രിവ്യൂ പേജ്, അതായത് ഓൾറെഡി നമ്മൾ നൽകിയിരിക്കുന്ന വിവരങ്ങളുടെ പ്രിവ്യൂ പേജാണ് വന്നിരിക്കുന്നത്. നൽകിയിട്ടുള്ള വിവരങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് കൃത്യമായി ചെക്ക് ചെയ്ത് നോക്കുക. വിവരങ്ങളൊക്കെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ പേജിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഡിക്ലറേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. കാൻഡിഡേറ്റ് നെയിം, ഫാദർ നെയിം, മദർ നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ടിക്ക് ചെയ്ത് നൽകിയതിന് ശേഷം പേജിൻ്റെ താഴെയായിട്ട് ഐ എഗ്രി എന്നുള്ള ഓപ്ഷനും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഐ എഗ്രി ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്ത്
നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാവുന്നതാണ്. ഐ അഗ്രി ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം പേജിൻ്റെ താഴെയായിട്ടുള്ള സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ എഡിറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടാണ് തിരുത്തലുകൾ വരുത്തേണ്ടത്. നെക്സ്റ്റ് വരുന്ന പേജിൽ ഓക്കെ എന്നുള്ള മെസ്സേജ് കൊടുക്കുക. ഇമെയിൽ ID-യിലേക്ക് ഒരു OTP മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും. ഈ ഒരു OTP കോഡ് കൃത്യമായി മെയിൽ ID-യിൽ നിന്ന് വന്നിരിക്കുന്നത് ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം ക്യാപ്ച കോഡ് നൽകുക. വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. OTP കൊടുത്തതിന് ശേഷം പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട് ഹാസ് ബീൻ വെരിഫൈഡ് എന്നുള്ളൊരു ഓപ്ഷനാണ് വന്നിട്ടുണ്ടാവുക. ഓക്കെ എന്നും നൽകുക. ഓൾറെഡി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള മെയിൽ ID-യിലേക്ക് വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്താണ് വീണ്ടും പ്രൊസീഡ് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ നമ്പർ കൃത്യമായി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി ടൈപ്പ് ചെയ്ത് നൽകിയിട്ടുള്ള പാസ്വേഡ് എന്താണോ ആ ഒരു പാസ്വേഡ് കൊടുക്കുക. സൈറ്റിൽ വന്നിരിക്കുന്ന ക്യാപ്ച കോഡ് കൃത്യമായി നൽകിയതിന് ശേഷം ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്ത് കയറാവുന്നതാണ്. ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ള പേജിൽ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. കംപ്ലീറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് വരുന്ന പേജിൽ ആദ്യം പ്രസൻറ്റ് അഡ്രസ് ഡീറ്റെയിൽസ് ഡിഫോൾട്ടായിട്ട് കൊടുത്തിട്ടുള്ളതായിരിക്കും വന്നിട്ടുണ്ടാവുക. തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ തിരുത്തലുകൾ വരുത്താം. അതല്ല എങ്കിൽ ഐ അഗ്രി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. വരുന്ന അലേർട്ട് മെസ്സേജിൽ ഓക്കെ എന്ന് നൽകുക. ABC ID എന്നുള്ള ഓപ്ഷനിൽ ഒന്നും നൽകേണ്ടതില്ല. കാൻഡിഡേറ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഫാദർ മദർ നെയിം ഡീറ്റെയിൽസ്, നാഷണാലിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൈറ്റിൽ വന്നിട്ടുണ്ടായിരിക്കും. അപേക്ഷകൻ്റെ കാറ്റഗറി ഏതാണെന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. അതുപോലെ തന്നെ ഡൊമിസൈൽ എന്നുള്ള ഓപ്ഷനിൽ കേരളത്തിലുള്ള വ്യക്തിയാണെങ്കിൽ കേരള എന്നുള്ള ഓപ്ഷൻ നൽകുക. RUA PWD കാൻഡിഡേറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. വൈകല്യം ഉണ്ടെങ്കിൽ മാത്രം ഡീറ്റെയിൽസ് നൽകുക, ഇല്ല എങ്കിൽ നോ എന്ന് നൽകുക. ഫാദറിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും അതുപോലെ തൊഴിലും ചോദിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ മദറിൻ്റെയും വിദ്യാഭ്യാസ യോഗ്യതയും തൊഴിലും കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. ആനുവൽ ഇൻകം ഓഫ് പാരൻസ് എന്നുള്ള ഓപ്ഷനിൽ അപ് ടു 1 lakh, 1 lakh to 2 lakh, 2 lakh to 3 lakh, 3 lakh to 4 lakh എന്നുള്ള ഓപ്ഷനൊക്കെ സൈറ്റിൽ അവൈലബിൾ ആണ്. വരുമാനം എത്രയാണോ വരുന്നത് അതൊന്ന് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. അതുപോലെ തന്നെ ആർ യു ട്വിൻ ആൻഡ് ബോത്ത് അപ്ലൈയിങ് ഫോർ CUET UG 2024 ചോദിച്ചിട്ടുണ്ട്. അതായത് ട്വിൻ ബ്രദറോ സിസ്റ്റർ ഉണ്ട് എങ്കിൽ മാത്രം ഡീറ്റെയിൽസ് നൽകുക, ഇല്ല എങ്കിൽ നോ എന്ന് നൽകാവുന്നതാണ്. ആർ യു ഡയബറ്റിക് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആണെങ്കിൽ മാത്രം എസ് കൊടുക്കുക, ഇല്ല എങ്കിൽ നോ എന്ന് നൽകുക. പ്ലേസ് ഓഫ് റെസിഡൻസ് എന്നുള്ള ഓപ്ഷനിൽ അർബൻ ആണോ റൂറൽ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. മോഡ് ഓഫ് പ്രിപ്പറേഷൻ എന്നുള്ള ഓപ്ഷനിൽ ഏത് രീതിയിലാണോ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത്. സ്വന്തമായി പഠിച്ചതാണെങ്കിൽ സൈറ്റിലെ സെൽഫ് സ്റ്റഡി എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. മീഡിയം എന്താണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. ഞാനിവിടെ ഇംഗ്ലീഷ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഐ അഗ്രി കൊടുത്തതിന് ശേഷം വീണ്ടും സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ വഴി പ്രൊസീഡ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഡു യു ബിലോങ് ടു പോവർട്ടി ലൈൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് BPL കാറ്റഗറിയിൽ ഉൾപ്പെട്ടവരാണ് എങ്കിൽ യെസ് എന്നാണ് നൽകേണ്ടത്. യെസ് കൊടുക്കുകയാണെങ്കിൽ BPL സാക്ഷ്യപത്രം ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പിൽ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. BPL കാറ്റഗറി അല്ല എങ്കിൽ നോ എന്ന് കൊടുത്ത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ആർ യു കാശ്മീർ മൈഗ്രൻ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. കേരളത്തിൽ താമസിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ നോ എന്ന് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ഡിഫൻസ് പേഴ്സൺ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിനും യെസ് ഓർ നോ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. NCC കോട്ട ചോദിച്ചിട്ടുണ്ട്. ഇതും യെസ് ഓർ നോ ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ സ്പോർട്സ് കോട്ട ചോദിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി വാർഡ് എംപ്ലോയി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിനും യെസ് ഓർ നോ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകി ഐ അഗ്രി കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. 10th ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് പിന്നീട് കൊടുക്കേണ്ടത്. റിസൾട്ട് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷനിൽ 10th പാസ്ഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇയർ ഓഫ് പാസിംഗ് എന്നുള്ള ഓപ്ഷനിൽ 10th പാസ് ഔട്ടായ വർഷം കൃത്യമായി നൽകുക. ക്വാളിഫയിങ് എക്സാം എന്നുള്ള ഓപ്ഷനിൽ 10th ഓർ ഇക്വലൻ്റ് എന്നുള്ള ഓപ്ഷനും പ്ലേസ് ഓഫ് സ്കൂളിംഗ് എന്നുള്ള ഓപ്ഷനിൽ റൂറൽ ആണോ അർബൻ ആണോ എന്നുള്ളതും ടൈപ്പ് ഓഫ് സ്കൂളിംഗ് എന്നുള്ള ഓപ്ഷനിൽ ഗവൺമെൻറ് എയ്ഡഡ് അല്ലെങ്കിൽ ഏത് കാറ്റഗറിയാണോ പഠിച്ചിരിക്കുന്നത് ആ ഒരു ഓപ്ഷനും സെലക്ട് ചെയ്യാവുന്നതാണ്. ക്വാളിഫയിങ് എക്സാമിനേഷൻ കൺട്രി കേരളത്തിന് ഉള്ളിൽ അല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിൽ പഠിച്ചവരാണെങ്കിൽ ഇന്ത്യ എന്നുള്ള ഓപ്ഷൻ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. അതുപോലെ തന്നെ പഠിച്ചിരിക്കുന്ന ബോർഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് പിന്നീട് വന്നിരിക്കുന്നത്. നിലവിൽ നമ്മൾ നീറ്റിൻ്റെ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നതുപോലെ തന്നെ SLCയുടെ ബോർഡ് ഹയർ സെക്കൻഡറി എന്നാണ് നൽകിയിരിക്കുന്നത്. അതേഴ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ എന്നുള്ളതാണ് SLC പഠിച്ചിട്ടുള്ളവർ ടൈപ്പ് ചെയ്ത് നൽകേണ്ടത്. അതേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതർ യൂണിവേഴ്സിറ്റി നെയിം എന്നുള്ള ഓപ്ഷനിൽ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ്. സ്കൂൾ ഓർ കോളേജ് നെയിം എന്നുള്ള ഓപ്ഷനിൽ
പഠിച്ചിരിക്കുന്ന സ്കൂളിൻ്റെ പേരും പ്ലേസും പോസ്റ്റ് ഓഫീസും ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും നൽകാവുന്നതാണ്. സ്കൂളിൻ്റെ പിൻകോഡും നൽകേണ്ടതാണ്. റോൾ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ 10th റോൾ നമ്പറാണ് നൽകേണ്ടത്. റിസൾട്ട് മോഡ് എന്നുള്ള ഓപ്ഷനിൽ പെർസെൻറ്റേജ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. ടോട്ടൽ മാർക്ക് എന്നുള്ള ഓപ്ഷനിൽ ആകെ മാർക്കും ഒബ്റ്റൈൻഡ് മാർക്ക് എന്നുള്ള ഓപ്ഷനിൽ ലഭിച്ചിരിക്കുന്ന മാർക്കുമാണ് നൽകേണ്ടത്. SSLCക്ക് 10 സബ്ജക്റ്റാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ടോട്ടൽ മാർക്ക് എന്നുള്ള ഓപ്ഷനിൽ 1000 എന്നും ഒബ്റ്റൈൻഡ് മാർക്ക് എന്നുള്ള ഓപ്ഷനിൽ ഫുൾ A+ ആണ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ 995 എന്നും നൽകാവുന്നതാണ്. പെർസെൻറ്റേജ് ഓട്ടോമാറ്റിക്കായിട്ട് സൈറ്റിൽ വരുന്നതാണ്. +2ൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നെക്സ്റ്റ് നൽകേണ്ടത്. ഈ വർഷം +2 പരീക്ഷ എഴുതിയവരാണെങ്കിൽ അപ്പിയറിംഗ് എന്നുള്ള ഓപ്ഷനാണ് നൽകേണ്ടത്. ഇയർ ഓഫ് പാസിംഗ് എന്നുള്ള ഓപ്ഷനിൽ 2024 എന്ന് നൽകുക. ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്നുള്ള ഓപ്ഷനിൽ 12th ഓർ ഇക്വലൻ്റ് എന്നുള്ള ഓപ്ഷനും പ്ലേസ് ഓഫ് സ്കൂൾ എന്നുള്ള ഓപ്ഷനിൽ സ്കൂൾ വരുന്ന പ്ലേസ് കാറ്റഗറി ഏതാണെന്നും അർബൻ ആണോ റൂറൽ ആണോ എന്നും സെലക്ട് ചെയ്ത് നൽകുക. ടൈപ്പ് ഓഫ് സ്കൂൾ എന്നുള്ള ഓപ്ഷനിൽ ഗവൺമെൻറ് എയ്ഡഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. ക്വാളിഫയിങ് എക്സാമിനേഷൻ കൺട്രി ഇന്ത്യക്കകത്ത് പഠിച്ചവരാണെങ്കിൽ ഇന്ത്യ എന്ന് നൽകേണ്ടതാണ്. സ്റ്റേറ്റ് കേരള എന്ന് നൽകുക. ക്വാളിഫയിങ് എക്സാം ഡിസ്ട്രിക്റ്റ് പഠിച്ചിരിക്കുന്ന ഡിസ്ട്രിക്റ്റ് ഏതാണെന്നും ബോർഡ് എന്നുള്ള ഓപ്ഷനിൽ നേരത്തെ കൊടുത്തതുപോലെ തന്നെ അതേഴ്സ് എന്ന് കൊടുത്തതിന് ശേഷം അതർ യൂണിവേഴ്സിറ്റി നെയിം എന്നുള്ള ഓപ്ഷൻ പേജിൻ്റെ താഴെയായിട്ടുള്ള ഐ അഗ്രി എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകിയതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന അടുത്ത സെക്ഷനിൽ അപേക്ഷ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാമിൻ്റെയും ഡീറ്റെയിൽസ് ആണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത്. നിലവിൽ അപേക്ഷകന് എത്ര യൂണിവേഴ്സിറ്റിയിലേക്ക് വേണമെങ്കിലും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ലിമിറ്റൊന്നുമില്ല. ഓരോ യൂണിവേഴ്സിറ്റിയും സെലക്ട് ചെയ്ത് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏത് പ്രോഗ്രാമിനാണോ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് ആ ഒരു പ്രോഗ്രാം സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. യൂണിവേഴ്സിറ്റിയുടെ ഡീറ്റെയിൽസ് ഒക്കെ നൽകിയതിന് ശേഷം പേജിൻ്റെ താഴെയായിട്ടുള്ള ഐ അഗ്രി എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. വീണ്ടും സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ വഴി കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. വിവരങ്ങൾ കൃത്യമായി സെലക്ട് ചെയ്ത് നൽകിയതിന് ശേഷം ഡിക്ലറേഷൻ ബോക്സ് ക്ലിക്ക് ചെയ്ത് സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ വഴി കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അടുത്തതായി വരുന്ന ഭാഗത്ത് എക്സാം സെൻറ്റേഴ്സ് ആണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത്. നിലവിൽ ഞാൻ കേരളത്തിനകത്തുള്ള അഡ്രസ് ഡീറ്റെയിൽസ് കൊടുത്തതുകൊണ്ട് തന്നെ കേരളത്തിനകത്തുള്ള എക്സാം സെൻറ്റേഴ്സ് ആണ് എനിക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ, അതുപോലെ തന്നെ സെക്കൻഡ് ഓപ്ഷൻ, തേർഡ് ഓപ്ഷൻ, ഫോർത്ത് ഓപ്ഷൻ 4 ഓപ്ഷൻസും സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. എല്ലാ ഓപ്ഷൻസും കൃത്യമായി സെലക്ട് ചെയ്തതിന് ശേഷം ഡിക്ലറേഷൻ ബോക്സ് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ വഴി കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ് ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്യേണ്ടത്. ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ഞാനിവിടെ ഓൾറെഡി BPL കാറ്റഗറി സെലക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ BPL സർട്ടിഫിക്കറ്റുമാണ് എനിക്കിവിടെ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഫോട്ടോഗ്രാഫ് റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. JPG ഫോർമാറ്റിൽ 10 GB-ക്കും 200 GB-ക്കും ഇടയിലായിട്ടാണ് അറ്റാച്ച് ചെയ്ത് നൽകേണ്ടത്. സിഗ്നേച്ചർ ബ്ലാക്ക് ഇങ്ക് കൊണ്ടാണ് ഇടേണ്ടത്. 4 GB-ക്കും 30 GB-ക്കും ഇടയിൽ JPG ഫോർമാറ്റിലാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. BPL സർട്ടിഫിക്കറ്റ് PDF ഫോർമാറ്റിലാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. 50 GB-ക്കും 300 GB-ക്കും ഇടയിലാണ് ഫയലിൻ്റെ സൈസ് വരേണ്ടത്. നമ്മുടെ ചാനലിൽ മുൻപ് BPL സർട്ടിഫിക്കറ്റ് എങ്ങനെ ചെയ്യണമെന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ചെക്ക് ചെയ്താൽ വീഡിയോ ലഭിക്കുന്നതാണ്. ഡോക്യുമെൻറ്റുകളെല്ലാം കൃത്യമായി അപ്ലോഡ് ചെയ്തതിന് ശേഷം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വെരിഫൈ മൊബൈൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഫോണിലേക്ക് വരുന്ന OTP അടിച്ച് മൊബൈൽ വെരിഫിക്കേഷൻ പ്രോസസ്സും കൂടി കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. എല്ലാ വിവരങ്ങളും ഓക്കെ ആണെങ്കിൽ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യുക. അപേക്ഷ സമർപ്പിച്ചിരിക്കുന്ന പ്രിവ്യൂ പേജ് കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വിവരങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ പേജിൻ്റെ ഏറ്റവും താഴെയായിട്ടുള്ള സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദർ നെയിം, മദർ നെയിം, ജെൻഡർ, അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, സെൻറ്റർ സിറ്റി, അതുപോലെ തന്നെ കോഴ്സ്, സബ്ജക്റ്റ്, ഐ അഗ്രി എന്നുള്ള എല്ലാ ഓപ്ഷൻസും ടിക്ക് ചെയ്തതിന് ശേഷം ഫൈനൽ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപേക്ഷ ഫൈനൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് പേയ്മെൻ്റ് ആണ് വരുന്നത്. സെലക്ട് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റിനനുസരിച്ചിട്ടാണ് പേയ്മെൻറ്റ് വരുന്നത്. അപേക്ഷകൻ്റെ കാറ്റഗറിയും പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ആപ്ലിക്കേഷൻ ചെയ്യുന്ന ഫസ്റ്റ് പേജിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇൻസ്ട്രക്ഷനിൽ തന്നെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്.
ഞാനിവിടെ UPI ഓപ്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. UPI എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരുന്ന പേജിൽ UPI ID അല്ലെങ്കിൽ QR കോഡ് യൂസ് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് അടച്ചു കൊടുക്കാവുന്നതാണ്. ഓൾറെഡി പേയ്മെൻറ്റ് അടയ്ക്കുന്നതോടുകൂടി ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതാണ്. സൈറ്റിൽ നിന്നും അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഓൾറെഡി ചെയ്തിരിക്കുന്ന അപേക്ഷയിൽ എന്തെങ്കിലും അപ്ഡേഷൻ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപേക്ഷ സമർപ്പണ തീയതി കഴിഞ്ഞതിന് ശേഷം, അതായത് നിലവിൽ 31-ാം തീയതി വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത്. ഏപ്രിൽ 2-ാം തീയതി മുതൽ ഏപ്രിൽ 3-ാം തീയതി രാത്രി 11:50 വരെ നിലവിലെ അപേക്ഷയിൽ കറക്ഷൻസ് വരുത്താൻ സാധിക്കുന്നതാണ്. വിവരങ്ങൾ എഡിറ്റ് ചെയ്ത് നൽകുന്നുണ്ടെങ്കിൽ, അതായത് കറക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫൈനൽ സബ്മിറ്റ് നിർബന്ധമായും ചെയ്യേണ്ടതാണ്. ഫൈനൽ സബ്മിറ്റ് ചെയ്ത് അപേക്ഷ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്ന സമയത്ത് കറക്ഷനുമായി ബന്ധപ്പെട്ട വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.